ഫോട്ടോകൾ ഫ്രെയിമുകൾ നൽകി മനോഹരമാക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിരവധി മനോഹരമായ ഫ്രെയിമുകളുണ്ട്. ഇതൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് പരസ്യങ്ങൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ. പിന്നെ ഫ്രീ ആപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാലോ, എങ്ങനെയായാലും അതിൽ പരസ്യം വരും. ജസ്റ്റ് നിങ്ങളുടെ ഒരു ഫോട്ടോ അതിൽ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് മനോഹരമായ ഫ്രെയിമുകൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിഷസൊക്കെ അയക്കുന്ന സമയത്ത് അവരുടെ ഫോട്ടോ പ്ലെയിനായിട്ട് ഉപയോഗിക്കാതെ ഇതുപോലെ മനോഹരമായ ഫ്രെയിമിൽ ഉൾക്കൊള്ളിച്ചതിന് ശേഷം മറ്റൊരു എഡിറ്ററിൽ നിങ്ങൾക്ക് അതിന് താഴെ ഹാപ്പി ബർത്ത്ഡേയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷസാണോ എഴുതിയിട്ട് നിങ്ങൾക്ക് അവർക്ക് മനോഹരമായ ഫോട്ടോ തന്നെ അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫോട്ടോയിൽ മനോഹരമായ ഫ്രെയിമുകൾ ഉൾപ്പെടുത്താൻ സഹായിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഏതാണെന്നും ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ QR കോഡ് ഉണ്ടാകും. QR കോഡ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് QR കോഡ് ഉപയോഗിച്ച് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഫ്രെയിംസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നിരവധി കാറ്റഗറിയിലുള്ള ഫ്രെയിമുകൾ കാണാം. ഓരോ കാറ്റഗറിയിലും 300, 400, 200 അങ്ങനെ നിരവധി ഫ്രെയിമുകളുണ്ട് ഇതിനകത്ത്. എല്ലാം തന്നെ ഫ്രീ ആണ്. പിന്നെ പരസ്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ചില ഫോൾഡറുകൾ തുറക്കുന്ന സമയത്തും പരസ്യം കാണിക്കുന്നതാണ്. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ ആദ്യം ഞാൻ ഈ ഓട്ടം എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ആദ്യം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗാലറി ആക്സസ് ചോദിക്കും. ആദ്യം ഒരു വട്ടം മാത്രമേ ചോദിക്കൂ. ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ താഴെയുള്ള ഫ്രെയിം ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ക്രോപ്പ് ചെയ്യാനും ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫ്രെയിമിൻ്റെ ഓപ്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിരവധി ഫ്രെയിമുകൾ ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. ഇനി ഇഷ്ടപ്പെട്ട ഫ്രെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫോക്കസ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. 2 വിരൽ കൊണ്ടൊന്ന് ടച്ച് ചെയ്താൽ മതി ഫോട്ടോത്തിൽ. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ആംഗിളിലാണ് വേണ്ടത് അത് വെക്കാൻ സാധിക്കുന്നതാണ്. ഇനി വെച്ച ഫ്രെയിം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത ഫ്രെയിം സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് തന്നെ ബീച്ച്, ബോർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി ഫ്രെയിമുകളുണ്ട്. ഇനി ഇവിടെ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓരോ തവണ നിങ്ങൾ ഓരോ കാറ്റഗറി ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഏത് ഫോട്ടോ ആണ് അത് ഇതുപോലെ സെലക്ട് ചെയ്യുക. ഇവിടെ ഫ്ലവേഴ്സിൻ്റെ പല കളറുകൾ കാണാം. നിങ്ങൾക്ക് കളർ അടിസ്ഥാനത്തിൽ ഫ്രെയിം സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ബ്ലൂ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ ഓരോ ഫ്രെയിമും ഡൗൺലോഡായി വരുന്നതാണ്. ഇൻ്റർനെറ്റ് കണക്ഷൻ വേണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രെയിം ഇതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് ഏത് ഫ്രെയിമാണ് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രെയിം സെലക്ട് ചെയ്യുക. ഒരുപാട് ഫ്രെയിമുകൾ, ഒരുപാട് കളറിൽ, ഓരോ കളർ അടിസ്ഥാനത്തിൽ തന്നെ ഇതിനകത്ത് ഫ്രെയിമുകളുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ലവ് കൂടി കാണിച്ചു തരാം. നല്ല നല്ല ലവ് ഫ്രെയിമുകളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷസൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ താഴെ എഴുതാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതാ കണ്ടോ, മനോഹരമായ ലവിൻ്റെ ഫ്രെയിമുകൾ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളുടെ ഫോട്ടോ എങ്ങനെയാണ് വേണ്ടത് അത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ മുകളിൽ സേവ് ബട്ടൺ കാണാം. ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരു പരസ്യം കാണിക്കും. എന്നിട്ട് ഇത് ഗാലറിയിലേക്ക് സേവ് ആയിക്കൊള്ളും. ഓക്കെ, എന്നിട്ട് മറ്റൊരു ഫോട്ടോ എഡിറ്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ക്യാപ്ഷനൊക്കെ എഴുതണമെങ്കിൽ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ പല രീതിയിൽ എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും വരക്കണമെങ്കിലും എന്തെങ്കിലും ടെക്സ്റ്റ് ചേർക്കണമെങ്കിലും എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചേർക്കണമെങ്കിലും ഒക്കെ ഇതിനകത്തും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. QR കോഡ് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർ ഈ QR കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതേ QR കോഡ് തന്നെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലും കാണാൻ സാധിക്കുന്നതാണ്. അത് ഗാലറിയിലേക്ക് സേവ് ചെയ്താൽ മതി. ശേഷം നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് google.com എന്ന ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുക. അപ്പോൾ ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് വലതുഭാഗത്തായിട്ട് ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം. ആ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ക്യാമറയും ഗാലറിയും ഒക്കെ ഓപ്പൺ ആകുന്നതാണ്. ഇനി നിങ്ങൾ സേവ് ചെയ്തെടുത്തതോ സ്ക്രീൻഷോട്ട് എടുത്തതോ ആയിട്ടുള്ള QR കോഡ് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്താൽ അത് സ്കാൻ ചെയ്ത് നടുവിലായിട്ട് നിങ്ങൾക്കൊരു ലിങ്ക് കാണാം. ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയൊരു വെബ് പേജ് ഓണായി കിട്ടുന്നതാണ്. ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ 10 സെക്കൻഡുകളെടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെക്കും ഗുഡ് ബൈ.